ഓക്കെ, നമ്മൾ മാഗ്നറ്റിക് ടേപ്പിനെ കുറിച്ച് പഠിച്ചല്ലോ. സെക്കൻഡറി മെമ്മറിയിൽ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചത് നമ്മൾ മാഗ്നറ്റിക് ടേപ്പ് ആയിരുന്നു. ഇനിയും പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഡിസ്ക്. ഇതും ഒരു സെക്കൻഡറി മെമ്മറിയാണ്. ഇവിടെ നമ്മൾ സർക്കുലാർ പ്ലേറ്റ്, അതായത് ഒന്നെങ്കിൽ ഒരു മെറ്റൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ്, അതിനെ മാഗ്നറ്റൈസ് ചെയ്ത് അവിടെയാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്താ പറഞ്ഞത്? ഒരു സർക്കുലാർ പ്ലേറ്റിനെ മാഗ്നറ്റൈസ് ചെയ്ത് അവിടെയാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മാഗ്നറ്റിക് ടേപ്പിൽ എങ്ങനെയായിരുന്നു? റിബണായിരുന്നു. ആ റിബണിൻ്റെ ഒരു സൈഡ് മാത്രം കോട്ട് ചെയ്ത് അവിടെയായിരുന്നു നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, മാഗ്നറ്റിക് ഡിസ്കിൻ്റെ കേസിൽ സർക്കുലാർ പ്ലേറ്റിനെ മാഗ്നറ്റൈസ് ചെയ്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഡിസ്കിൻ്റെ രണ്ട് സൈഡും, അതായത് മുകളിലും പിൻവശത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. അതേസമയം മാഗ്നറ്റിക് ടേപ്പിൽ ഒരു സൈഡിൽ മാത്രമേ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നടത്താൻ പറ്റത്തുള്ളായിരുന്നു. ഇനിയും ഇങ്ങനെ സർക്കുലർ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, നമുക്ക് കുറേ സർക്കുലർ പ്ലേറ്റ് ഇങ്ങനെ ഒരു സ്പിൻഡിൽ അടുക്കി മാഗ്നറ്റിക് ഡിസ്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. കണ്ടോ? കുറേ സർക്കുലർ പ്ലേറ്റ്സ് നമുക്കിങ്ങനെ ഒരു സ്പിൻഡിലാക്കി നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഇതിനെല്ലാം ഒരു റീഡ് റൈറ്റ് ഹെഡ് കണ്ടോ? ഈ റീഡ് റൈറ്റ് ഹെഡ് എല്ലാ സർക്കിൾസിനും കാണും. അതാണ് ആ റീഡ് റൈറ്റ് ഹെഡാണ് ഡേറ്റാസ് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും. ഇങ്ങനെ സർക്കുലർ പ്ലേറ്റ്സ് സ്പിൻഡിലാക്കി നമുക്ക് മാഗ്നറ്റിക് ഡിസ്കിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ സർക്കിളിനും പറയുന്ന പേരാണ് കണ്ടോ? പ്ലേറ്റർ എന്നും പറയും. ഓക്കെ, അതൊന്നും നിങ്ങൾ ഫിഗറൊന്നും വരയ്ക്കൊന്നും വേണ്ട, ഇത്ര ഓർത്താൽ മതി. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്ന ഒരു സർക്കുലർ പ്ലേറ്റ്, ഒന്ന് മെറ്റൽ പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടഡ് പ്ലേറ്റ് ആയിരിക്കും. അതിൽ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽസ് കാണും. അതിലാണ് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബോത്ത് സൈഡ്സിൽ, രണ്ട് സൈഡ്സിലും നമുക്ക് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഇവിടെ നടത്താൻ പറ്റും. അതുപോലെ തന്നെ സെവറൽ ഡിസ്ക് നമുക്ക് സ്റ്റാക്ക് ചെയ്ത് ഒരു സ്പിൻഡിൽ സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു റീഡ് റൈറ്റ് ഹെഡ് ഓരോന്നിനും അവൈലബിൾ ആക്കി ഡേറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ റാം നല്ല എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞല്ലോ. എന്തായാലും മാഗ്നറ്റിക് ഡിസ്ക് സെക്കൻഡറി മെമ്മറി ആയതുകൊണ്ട് തന്നെ റാമിൻ്റെ അത്ര എക്സ്പെൻസ് എന്തായാലും വരത്തില്ല. ലെസ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, ഈ ഡേറ്റയെ ആക്സസ് ചെയ്യാനുള്ള റേറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയുടെ അത്രയും വരത്തില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പ്രൈമറി മെമ്മറിക്കാണ് കോസ്റ്റ് കൂടുതലും. അതുപോലെ തന്നെ ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള സ്പീഡും പ്രൈമറി മെമ്മറിക്കാണ്. അപ്പോൾ അത്ര സ്പീഡ് എന്തായാലും മാഗ്നറ്റിക് ഡിസ്കിൻ്റെ കേസിൽ വരില്ല. ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള സ്പീഡ് കുറവായിരിക്കും. ബട്ട് എന്തായിരിക്കും? എക്സ്പെൻസും അതുപോലെ തന്നെ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മെയിൻ പ്രത്യേകത, റാൻഡം ആക്സസ് ഓഫ് ഡേറ്റ നടക്കും. നമ്മൾ പറഞ്ഞല്ലോ മാഗ്നറ്റിക് ടേപ്പിൽ എങ്ങനെ ഡേറ്റ ആക്സസ് ചെയ്യുന്നത്? സീക്വൻഷ്യലായിട്ടായിരുന്നു ആക്സസ് ചെയ്യുന്നത്. അതായത് ഒരു ഡേറ്റ കഴിഞ്ഞ് അടുത്ത ഡേറ്റ അങ്ങനെ പോകാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഏത് പൊസിഷനിലിരിക്കുന്ന ഡേറ്റ വേണമെങ്കിലും നമുക്ക് റാൻഡമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലുള്ള ഡേറ്റാസിനെ നമുക്ക് ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എന്താ? റാൻഡമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഡേറ്റ. അതുപോലെ തന്നെ നമ്മൾ ഉള്ള ഡേറ്റയെ ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മൾ മറ്റേ മാഗ്നറ്റിക് ഡിസ്ക് സ്പിൻഡിലാക്കിയുള്ള ഫിഗർ. നെക്സ്റ്റ്, ഇതാണ് ശരിക്കും ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡിസ്കിനെ. കണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ സർക്കുലാർ പ്ലേറ്റ്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നതിനെ. ആ ഓരോ സർക്കിൾസിനും പറയുന്ന പേരാണ് ട്രാക്സ്. ഈ ട്രാക്സിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് സെക്ടേഴ്സായിട്ട്. കണ്ടോ? ട്രാക്സിനെ വീണ്ടും സെക്ടേഴ്സായിട്ട്, ആ സർക്കുലർ പ്ലേറ്റിനെ നമ്മൾ കുറേ ട്രാക്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രാക്സിനെ വീണ്ടും സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ഇവിടെ ഇതാണ് ഡേറ്റാസ് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? സർക്കിൾസിനെ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ട്രാക്സ്. ട്രാക്സിനെ വീണ്ടും നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു കോമൺ സ്ട്രക്ചർ മാഗ്നറ്റിക് ഡിസ്കിൻ്റെ. അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈസി ആയിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ ഈസി ആയിട്ട്
ഡയറക്റ്റ് ആക്സസ് ഓഫ് ഡേറ്റ നടക്കും. ബട്ട് ആക്സസ് സ്പീഡ് പ്രൈമറി മെമ്മറിയുടെ അത്ര ഇല്ലെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, സീക്വൻഷ്യൽ അല്ല. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ടേപ്പിനെക്കാട്ടിലും ഡേറ്റ ട്രാൻസ്ഫർ ആർക്ക് കൂടുതലായിരിക്കും? മാഗ്നറ്റിക് ഡിസ്കിന് കൂടുതലായിരിക്കും. എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ടേപ്പിന് എന്താ ഇൻഎക്സ്പെൻസീവും ആണ്, അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് കുറവാണ്. പക്ഷെ മാഗ്നറ്റിക് ഡിസ്കിനെക്കാട്ടി കൂടുതൽ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ആർക്കുണ്ട്? മാഗ്നറ്റിക് ടേപ്പിനെക്കാട്ടി കൂടുതൽ ഡേറ്റ ട്രാൻസ്ഫർ ആർക്കുണ്ട്? മാഗ്നറ്റിക് ഡിസ്കിനുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, ഈ മാഗ്നറ്റിക് ടേപ്പ് ആയാലും മാഗ്നറ്റിക് ഡിസ്ക് ആയാലും സെക്കൻഡറി മെമ്മറിയാണ്. ഇതിന് രണ്ടും പ്രൈമറി മെമ്മറിയുടെ അത്രയും ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്തായാലും വരില്ല. പ്രൈമറി മെമ്മറിക്കായിരിക്കും കൂടുതൽ. ഇവിടെ പറഞ്ഞ എന്താ? മാഗ്നറ്റിക് ടേപ്പിനെ അപേക്ഷിച്ച് മാഗ്നറ്റിക് ഡിസ്കിനായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതൽ. ഏർലിയർ വന്നതല്ലേ മാഗ്നറ്റിക് ടേപ്പ്, അപ്പം അത്ര കണ്ട് മോഡിഫിക്കേഷനൊന്നും മാഗ്നറ്റിക് ടേപ്സിന് ഉണ്ടായിട്ടില്ല. അതിന് ശേഷമാണ് മാഗ്നറ്റിക് ഡിസ്ക് വന്നത്. മാഗ്നറ്റിക് ടേപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാനായിരിക്കുമല്ലോ മാഗ്നറ്റിക് ഡിസ്ക് യൂഷ്വലി കൊണ്ടുവന്നത്. അപ്പോൾ അതിനെന്താ? ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ടേപ്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്സിൽ ഡേറ്റയ്ക്ക് കറപ്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഡിസ്കിൽ അത്ര വലിയ കറപ്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. ഇനി ഈ മാഗ്നറ്റിക് ടേപ്പ് ഒരൊറ്റ സ്റ്റോറേജ് ഡിവൈസ്. ഈ മാഗ്നറ്റിക് ഡിസ്കിനെ നമ്മൾ വീണ്ടും കുറേ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്ലോപ്പി ഡിസ്ക് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, സിപ്പ് ഡിസ്ക് ഉണ്ട്. ഇതൊക്കെയുണ്ട്. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, സിപ്പ് ഡിസ്ക്. ഇതൊക്കെ എന്താണ്? മാഗ്നറ്റിക് ഡിസ്കിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ഡിസ്കുകളാണ് ഫ്ലോപ്പിയും ഹാർഡ് ഡിസ്കും സിപ്പ് ഡിസ്കും. അതിലൊന്ന് എന്തായാലും നമുക്ക് നോക്കാം. ഫ്ലോപ്പി ഡിസ്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഫ്ലോപ്പി ഡിസ്ക് ഇതാണ് ഫ്ലോപ്പി ഡിസ്ക്. ഇത് കണ്ടോ, സ്ക്വയറായിട്ടാണ്, ഒരു പ്ലാസ്റ്റിക് കവറിങ് ആണ് സ്ക്വയറായിട്ടുള്ള. പക്ഷെ അകത്ത് സർക്കിൾസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്ലേറ്റേഴ്സ് അകത്ത് സർക്കിൾസ് ആയിരിക്കും. ഇത് സ്ക്വയർ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഫിഗർ. നമുക്ക് നോക്കാം. കണ്ടോ, പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അകത്ത് എന്താണ്? ഒരു ഡിസ്ക്കാണ്. മാഗ്നറ്റിക് ഡിസ്ക് സർക്കിൾസിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് ഫ്ലോപ്പി ഡിസ്ക് ഇരിക്കുന്ന അകവശം. ഫ്ലോപ്പി ഡിസ്ക് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ഓക്കെ, എന്താ പറഞ്ഞത്? അകത്ത് റൗണ്ടാണ്, പിന്നെ ഫ്ലാറ്റ് പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിരിക്കുവാണ്. ഫെറിക് ഓക്സൈഡ് വെച്ചിട്ടാണ് കോട്ട് ചെയ്തേക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്റ്റീവ് കവറും ഉണ്ടായിരിക്കും. കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ടായിരിക്കും. അകത്ത് മാഗ്നറ്റൈസും ചെയ്തിട്ടുണ്ടായിരിക്കും. റൗണ്ട് ഡിസ്ക് ഉണ്ട്, അതിനെ മാഗ്നറ്റൈസ് ചെയ്ത് അവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനെല്ലാം കവർ ചെയ്ത് പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് വെച്ചിട്ട്, കവർ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവബിൾ ഡിസ്ക് ആണ്. നമുക്കറിയാലോ, സിസ്റ്റത്തിൽ തന്നെ ഇരിക്കുമല്ലോ, നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റില്ലേ? റിമൂവബിൾ ഡിസ്ക് ആണ്. അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ ഡേറ്റ റൈറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് വഴിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ സിസ്റ്റത്തിൽ നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് ഇടുന്ന ഡ്രൈവ്? ആ ഡ്രൈവിൽ ഡിസ്ക് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവിലോട്ട് ഫ്ലോപ്പി ഇടാം, ഡേറ്റ ആക്സസ് ചെയ്യാം, നമുക്ക് വീണ്ടും റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫ്ലോപ്പി ഡിസ്ക്. നമ്മൾ പണ്ട് 5.25 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പിന്നെ 3.5 ഇഞ്ചിൻ്റെ ഫ്ലോപ്പി ഡിസ്ക് വന്നു. അതിന് ഈ 5.25-നെക്കാട്ടിലും ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഫാസ്റ്റുമായിരുന്നു. ഓക്കെ, രണ്ട് ടൈപ്സ്. ആദ്യമേ 5.25 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3.5 ഇഞ്ചിൻ്റെ ഫ്ലോപ്പി ഡിസ്ക് വന്നു. അതിന് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റിയും ഉണ്ടായിരുന്നു, ഫാസ്റ്റ് ആക്സസും ഉണ്ടായിരുന്നു. ഫ്ലോപ്പി ഡിസ്ക് നമ്മൾ പറഞ്ഞു, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് വഴിയാണ് നമ്മൾ ഡേറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഫ്ലോപ്പി ഡിയിലൂടെ.
നമ്മൾ സാധാരണയായിട്ട് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർസ് ഒക്കെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഡേറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും ചെറിയ ചെറിയ ബാക്കപ്സിനും ഒക്കെയാണ് ഫ്ലോപ്പി യൂസ് ചെയ്തിരുന്നത്. എന്താ പറഞ്ഞത്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സോഫ്റ്റ്വെയർസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ബാക്കപ്സിനും ഒക്കെയാണ് നമ്മൾ ഫ്ലോപ്പി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഫ്ലോപ്പി ഡിസ്ക് വലിയ വലിപ്പമൊന്നുമില്ല, സ്മോളാണ്, അത്ര വലിയ എക്സ്പെൻസ് ഒന്നുമില്ല, നമുക്ക് യൂഷ്വലി എളുപ്പം നമുക്ക് അവൈലബിൾ ആവുന്നതാണ്, നമുക്ക് സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. എന്തൊക്കെ പറഞ്ഞു? സ്മോളാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ചെയ്യുന്നൊരു ഡിസ്ക്കാണ്, സ്റ്റോർ ചെയ്യാനും